കൃഷിയുടെ കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കലക്കി ഒഴിക്കുമ്പോൾ നല്ല ഫുള്ളായിട്ട് കലങ്ങാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിരുന്നത് കുമ്മായം, നമ്മൾ ഏലത്തിന് നമ്മുടെ pH ക്രമീകരിക്കാനായിട്ട് നമ്മൾ കുമ്മായം നമ്മൾ മണ്ണിൽ കൊടുത്തു. അപ്പം കുമ്മായമൊക്കെ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് 27-28 ദിവസമൊക്കെ ആയി. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ കാര്യം ചെയ്താൽ നമ്മൾ ഏലത്തിന് ഈ മഞ്ഞും ഒക്കെ ഉള്ള കാലാവസ്ഥയാണ്. അപ്പം മഴയൊക്കെ മാറി വെയിലൊക്കെ തെളിഞ്ഞ സമയമുണ്ട്. നമ്മൾ ഫംഗസൈഡ് ഏലത്തിന് അടിച്ചു. അത് നമ്മൾ പല സൈസ് ഫംഗസൈഡുകളുണ്ട്. അതിൽ നമ്മൾ ഫംഗസൈഡ് അടിച്ചിപ്പോൾ നമ്മൾ ഒരു 4-5 ദിവസമായി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏലത്തിന് വേര് സംരക്ഷിക്കണം. അപ്പോൾ അടുത്ത വർഷത്തെ നമ്മുടെ ചെടിയുടെ ഉൽപ്പാദനം നമുക്ക് നല്ലപോലെ രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മുടെ ചെടിയുടെ വേര് നല്ല രീതിയിൽ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിമിറ്റോഡിൻ്റെ ആക്രമണത്തെ തടയാനുള്ള മരുന്നുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ 2 സൈസ് രീതിയിലുള്ള മരുന്നുകളാണ് നമ്മളതിൻ്റെ തോട്ടത്തിൽ ഞാൻ ചെയ്യുന്നത്. കുറച്ച് ഭാഗത്ത് കെമിക്കലും കുറച്ച് ബയോയുമാണ് ചെയ്യുന്നത്. അപ്പം രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ചെയ്ത് പരീക്ഷിച്ച ചില ആൾക്കാരുടെ തോട്ടങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അവർക്ക് രണ്ട് മരുന്നുകളും ചെയ്തിടത്തും കണ്ടു. പക്ഷേ രണ്ടും നല്ല ഫലപ്രാപ്തിയുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ചെയ്ത് പരീക്ഷിക്കാനായിട്ടാണ് പോകുന്നത്. ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നു. പക്ഷേ പല ചെയ്ത ആൾക്കാരുടെ കൃഷി രീതികളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ അടുത്ത സീസണിൽ നമ്മൾ ഉൽപ്പാദനമൊക്കെ കൂട്ടാനായിട്ട് നമ്മൾ ഈ വിദഗ്ധരായ നല്ല കൃഷിക്കാരുടെയും അതുപോലെ തന്നെ നല്ല സയൻറ്റിസ്റ്റുകളുടെ, പിന്നെ നമ്മൾ കടയിലൊക്കെ പോയി നമ്മൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ നല്ല പരിജ്ഞാനമുള്ള കടയിൽ മരുന്നൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ ഉപദേശമൊക്കെ സ്വീകരിച്ച് നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ മണ്ണിൻ്റെ ഘടന അനുസരിച്ചുള്ള കീടനാശിനികൾ അല്ലെങ്കിൽ അതിൻ്റെ ഈ ഫംഗസൈഡുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ മരുന്നുകളൊക്കെ വാങ്ങിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നിമിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അത് ഉപയോഗിക്കുന്ന രീതി 2 രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബയോ നമ്മൾ ഈ ഷാവാളസ് കമ്പനിയുടെ ആക്റ്റീവ് സ്റ്റാർ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇനിയിപ്പം നിമിറ്റോഡിനുള്ള മരുന്ന് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിപ്പം മാർക്കറ്റിൽ ഈ നിമിറ്റോഡിനെ നല്ലപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് വേലംബ്രൈ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ ആൾക്കാർ കൃഷിക്കാരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിമിറ്റ്സ് ആൾക്കാർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. പിന്നെ ഷാവാളസ് കമ്പനിയുടെ ആക്റ്റീവ് സ്റ്റാർ, ഇതൊക്കെ ധാരാളമായിട്ട് ഇങ്ങനെ ഈ 3 മരുന്നുകളും നിലവിൽ നമുക്കിപ്പോൾ നിമിറ്റോഡിനെ കൺട്രോൾ ചെയ്യാനുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ മരുന്നുകളിൽ ഏറ്റവും മെച്ച മരുന്നുകളാണ്. അപ്പോൾ ഈ വേലംബ്രൈ എന്ന് പറഞ്ഞാൽ ഇപ്പം വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷത്തെ ഏലക്കാട് വിലയും അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് ഇപ്പം ഞാൻ അല്പം കൂടെ വില കുറവുള്ള 2 മരുന്നുകളാണ് നമുക്ക് നിമിറ്റ്സും ആക്റ്റീവ് സ്റ്റാറും. അതാണ് ഞാനിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിമിക്സ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തും. ഇതാണ് അദാമ കമ്പനിയുടെ നിമിക്സ്. ഇത് നമ്മളൊരു ചെടിക്ക് 30 ഗ്രാം തുടങ്ങി 50 ഗ്രാം വരെ. അപ്പോൾ ഇത് കലക്കി ഒഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെടിക്ക് 30 ഗ്രാം തുടങ്ങി 50 ഗ്രാം വരെ ഗ്രാനുവൽ രൂപത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ല നനവുള്ളപ്പം ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളത് പിറ്റേ ദിവസം നമ്മളൊന്നുകൂടെ ചെറുതായിട്ട് നനച്ച് കൊടുക്കണം. എന്നാലേ ഇത് നല്ലപോലെ പ്രവർത്തിക്കത്തുള്ളൂ. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ഈ ഷാവാളസ് കമ്പനിയുടെ ആക്റ്റീവ് സ്റ്റാർ എന്ന് പറയും. ഇത് നമുക്ക് 2 കിലോ പാക്കറ്റാണിത്. ഇപ്പോൾ ഇത് 2 കിലോ പാക്കറ്റിൻ്റെ അകത്ത് ഒരു 950 ഇതിന് ഫില്ലറാണ്. ബാക്കി ഒരു ചെറിയ പാക്കറ്റുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് ചെടിയുടെ എൻ്റെ തോട്ടത്തിൻ്റെ കുറച്ച് ഭാഗത്ത് ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ 2 മരുന്നുകളാണ് ഞാൻ ഈ വർഷം എൻ്റെ തോട്ടത്തിൽ ഈ നിമിറ്റോഡിന് വേണ്ടി. ഇത് ഏറ്റവും ഫലപ്രദം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ ചില പരീക്ഷണങ്ങളൊക്കെ നമുക്ക് നടത്തിയാലേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനൊക്കെ വില ഈ മരുന്നുകൾക്കെല്ലാം ഇപ്പോൾ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് വില ഒന്ന് പറയാവുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ വില നമുക്ക് പറയാൻ പറ്റത്തില്ലാത്തതിന് കാരണം നമ്മൾ പല കടകളിലും ചെറിയ വേരിയേഷനുണ്ട് ഈ വിലയ്ക്ക്. അപ്പോൾ നമ്മളത് ഒരു വില ഞാൻ മേടിച്ച വില ഇന്നതാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ശരിയാകത്തില്ല. അങ്ങനെയുള്ളവർക്ക് അപ്പോൾ എൻ്റെ നമ്പർ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ തോട്ടത്തിൻ്റെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ നിമിറ്റ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നനച്ചൊക്കെ ഇട്ടുണ്ട്. ചെറിയ നനവ് മഴയൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് നനവ് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു നനച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിമിറ്റ്സ് നമ്മൾ എടുത്തിട്ട് ഒരു ചെടിക്ക് 30 ഗ്രാം തുടങ്ങി 50 ഗ്രാം വരെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ മില്ലിയുടെ ഒരു അളവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ അത് നമ്മൾ അളന്ന് നോക്കിയിട്ടുള്ളതാണ്. ഇത് ഗ്രാനുവൽ രൂപത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ കലക്കി ഒഴിക്കുമ്പം നല്ല ഫുള്ളായിട്ട് കലങ്ങാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് 50 ഗ്രാം. ഇതുകൊണ്ട് 40 ഗ്രാം മിച്ചം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 40 ഗ്രാം തുടങ്ങി 50 ഗ്രാം വരെ. നമ്മൾ ചെടിക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ചെടിക്ക് അകത്ത് സൗണ്ടിൽ കൊടുക്കണം, പുറത്ത് കൊടുക്കണം. ഇതുപോലെ
എല്ലായിടത്തും വീഴണം, നനവുള്ളിടത്തെല്ലാം വീഴണം. അപ്പം വിതറി വീഴും. നമ്മൾ കലക്കി ഒഴിക്കുന്നേക്കാളും വളരെ ഗുണപ്രദമാണെന്നാണ് ഈ കമ്പനി നമ്മളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കമ്പനി പറയുന്നത് കമ്പനിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചെടിയുടെ എല്ലാ ഭാഗത്തും ഇത് നല്ലോണം വീണിട്ടുണ്ട്. എല്ലാ ഭാഗത്തും വീണെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഈ ഒരു ഭാഗത്തുള്ള കുറേ ചെടികൾക്ക് ഇതാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോകുന്ന ആക്റ്റീവ് സ്റ്റാർ. അപ്പോൾ ആക്റ്റീവ് സ്റ്റാർ നമുക്കത് 2 കിലോയുടെ ഒരു പാക്കറ്റാണ്. ആ 2 കിലോ പാക്കറ്റിൻ്റെ അകത്ത് 950 അതിൻ്റെ ഫില്ലറും 50 ഗ്രാമാണ് അതിൻ്റെ കെമിക്കൽ. അപ്പോൾ അതങ്ങനെയാണ് കമ്പനി വന്നിരിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ തിരുമി മിക്സ് ചെയ്ത് വേണം നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട്. അത് ചെയ്യാൻ കാണിക്കും. ഇതാണ് നമുക്ക് ആക്റ്റീവ് സ്റ്റാറിൻ്റെ പാക്കറ്റ്. അപ്പോൾ നമുക്കത് പൊട്ടിച്ച് നോക്കി നമുക്കത് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ, ഇതിൻ്റെ അകത്തൊരു 50 ഗ്രാം ചെറിയൊരു പാക്കറ്റുണ്ട്. അപ്പോൾ ഈ പാക്കറ്റ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഫില്ലറിൻ്റെ അകത്ത് നമ്മളിത് നല്ലപോലെ തിരുമി നല്ലപോലെ മിക്സ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്കൊരു കൊട്ടയ്ക്കകത്ത് ഇട്ടിട്ടാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ട് നമ്മളത് കൊട്ടയ്ക്കകത്ത് ഇടാം. ഇത് നമ്മൾ പൊടിയാണ്, നമ്മൾ ഈ റോക്ക് ഫോസ്ഫേറ്റൊക്കെ നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കുന്ന പൊടി. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് കൃത്യം അറിയത്തില്ല, കമ്പനി വരുന്നതാണല്ലോ. അപ്പോൾ നമുക്കതുകൊണ്ട് അതിന് തുടർന്ന് നമുക്ക് ഇതിൻ്റെ ഇതോടെ ചേർത്ത് നമുക്ക് തിരുമി നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ തിരുമണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വിഷമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ തിരുമി മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മാധ്യമങ്ങൾ, അപ്പോൾ ഓരോ കമ്പനിക്കാരും അവരുടെ ഇത് ഉണ്ടാക്കുമ്പോൾ പല സൈസ് മാധ്യമങ്ങളാണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ദിവസം ഇത് വെക്കരുത്. അപ്പം അതുകൊണ്ടാണ് കമ്പനിക്കാരത് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന അന്നേരം തന്നെ നമ്മളിത് ഒഴിക്കണം. അപ്പം ഇത് 200 ലിറ്റർ വെള്ളത്തിന് നമ്മൾ 400 ഗ്രാമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതെനിക്ക് 2 കിലോ സാധനമാണ്, 2 കിലോ മരുന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 1000 ലിറ്റർ വെള്ളത്തിനുണ്ട്. ഈ 1000 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് 10 ലിറ്റർ വെച്ച് നമ്മൾ ഒരു ചെടിക്ക് ഒഴിക്കുവാണെങ്കിൽ നമുക്ക് 100 ചെടിക്ക് ഇത് ഒഴിക്കാനായിട്ട് പറ്റും. നല്ലപോലെ നമ്മൾ മിക്സ് എന്ന് പറഞ്ഞാൽ നല്ല സെറ്റപ്പ് നല്ലപോലെ മിക്സ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ മാധ്യമം നമുക്കറിയത്തില്ല. 50 ഗ്രാം സാധനമല്ലേ ഉള്ളൂ. അപ്പോൾ 50 ഗ്രാം 1950 ഗ്രാമിൻ്റെ അകത്ത് മിക്സ് ചെയ്യുമ്പം ചെറിയ അളവാണ് ഇതിൻ്റെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ പിന്നെ ഇതിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ നനവ് കുറവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മണ്ണ് നനച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഈർപ്പം കുറച്ച് ദിവസം നിലനിൽക്കുന്നതും നമുക്കിത് വലിച്ചെടുക്കാനായിട്ടും ഒക്കെ നന്നായിരിക്കും. നമ്മളിങ്ങനെയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് നേരിട്ട് നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ഒരു ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ദേഹത്തൊക്കെ പറ്റാതിരിക്കാം. അതിൻ്റെ എല്ലാം കെമിക്കലാണല്ലോ. അപ്പോൾ അത് നമുക്ക് ദോഷം ഉണ്ടാക്കാതെ നമ്മൾ ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ നമുക്കൊരു 10-50 രൂപ കൊടുത്താൽ ഗ്ലൗസ് കിട്ടും. അപ്പോൾ അതുപോലെ മേടിച്ച് നമ്മൾ ഉപയോഗിക്കാം. നമുക്കിനി ഒരു 400 ഗ്രാം ഒരു ട്രിമ്മിലുള്ളത് നമുക്ക് തൂക്കിയെടുക്കാം. ട്രിമ്മിലുള്ളത് നമ്മൾ തൂക്കണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കലക്കിയെടുത്താലും മതി. തൂക്കിയെടുക്കാൻ കാശ് കൊടുക്കുന്നത് ഞാൻ 400 ഗ്രാം തൂക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് മരുന്ന് നമ്മൾ എടുത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 കൂട്ടിനുള്ളതാണ് നമ്മൾ ഈ ഒരു പാക്കറ്റ് മിക്സ് ചെയ്തത്. അപ്പോൾ ഈ 5 പാക്കറ്റ് നമ്മളൊരു 5 കൂട്ടെന്ന് പറഞ്ഞാൽ 400 ഗ്രാം വെച്ച് ഒരു 200 ലിറ്ററിൻ്റെ ഒരു ട്രിമ്മിന് 400 ഗ്രാം വെച്ചാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ബാക്കിയുള്ള പാക്കറ്റുകൾ നമ്മൾ ഈ മരുന്ന് ഒഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ഇതുപോലെ തന്നെ നമ്മൾ ഒരു ബക്കറ്റിലോ കൊട്ടയിലോ ഒക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഒഴിക്കാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ തൂക്കി വെച്ചിരുന്ന പൊടി നമുക്ക് മരുന്ന് നമ്മൾ ഇതിനകത്തിട്ട് കലക്കുവാണ്. നമ്മൾ നല്ലപോലെ ഈ ചെറിയ പാത്രത്തിലിട്ട് കലക്കി ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് മിക്സ് ചെയ്യാനായിട്ട് നല്ലത്. അപ്പോൾ നമ്മളത്
മരുന്നുപോലെ ഇളക്കി ഇനിയിപ്പോൾ നമ്മൾ 400 ഗ്രാം അപ്പോൾ നമ്മൾ നല്ലപോലെ കലങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.